മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ പച്ചവർഗീയവാദം പച്ചക്ക് തുറന്നു കാണിച്ചുകൊണ്ട് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിലെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനുശേഷം ഈ UDF അധികാരത്തിലെത്തിയിട്ടും KM ഷാജിയുടെയൊക്കെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ തുറന്നു കാണിക്കാം. ആദ്യം തന്നെ ഏതായാലും കെ സുരേന്ദ്രൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു. ചെറിയൊരു ഭാഗമാണ്. കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് പുറത്തു വന്നതിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ 3 വാചകങ്ങളുണ്ട്. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇനി ഇത് ഇവർ അവിടെ പോയി ഡൽഹിയിൽ പോയിട്ട് അവരുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ച് അതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നിലപാട് പറയും. ഇത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. CLP ലീഡറെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് അവർക്കെല്ലാ അവകാശവുമുണ്ട്. ജനാധിപത്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഇതുവരെ കേരളത്തിൽ മുന്നണി സർക്കാരുകൾ ഭരിക്കുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ ആശങ്ക നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അതുതന്നെയാണ്. നിങ്ങൾ കേട്ടില്ലേ, കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ കുറിച്ചൊക്കെയാണ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നത്. കേരളത്തിലുടനീളം നടന്നിട്ടുള്ള UDF അധികാരത്തിലേക്ക് എത്തിയാൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് ഈ പറയുന്ന UDFനെ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ തരത്തിലുള്ള ചർച്ച വളരെ വ്യക്തമായിട്ട് കെ സുരേന്ദ്രൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാ. ഈ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ CPM-നെതിരെ ആർക്കും എന്തും പറയാം, CPI-ക്കെതിരെയും ആർക്കും എന്തും ഏത് രീതിയിലും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അതേപോലെ തന്നെ കോൺഗ്രസിനെതിരെ ആർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സംസാരിക്കാം. BJP-ക്കെതിരെ എന്തു പറഞ്ഞാലും ഇവിടെ സ്വീകാര്യതയാണ്. അതേസമയം മുസ്ലിം ലീഗിനെതിരെ ഒരക്ഷരം ഉണ്ടാവില്ല. അപ്പോഴേക്കത് മതത്തിനെതിരായ രീതിയിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ അങ്ങ് തിരിച്ചിട്ടേക്കും. ഇതൊക്കെ സകല മലയാളികൾ തിരിച്ചപ്പോ കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാർ രംഗത്തെത്തുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് അവരുടേതായ തീരുമാനം പറയുന്നു. അവരൊരു ഡൽഹിയിൽ പോയിട്ട് പറയട്ടെ, അതിനുശേഷം ഞങ്ങളുടെ നിലപാട് പറയാ എന്നൊക്കെ പറയുമ്പോ മുസ്ലിം ലീഗ് അവിടെ കൃത്യമായിട്ടൊരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, ഒരു ഞെട്ടിക്കൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാ. അത് തുറന്നു പറഞ്ഞാൽ എങ്ങനെയാ അത് വർഗീയതയാവുക? ഇവിടെ ആരൊക്കെ എന്തൊക്കെയാ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ ഒരു മതത്തിനെതിരാണ് എന്നൊക്കെ ഇനി ഒരു വിവേകമുള്ള ഒരു മലയാളി ഇനി അത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കെതിരെ തന്നെയാ. ഇനി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം 10 വർഷം കൊണ്ട് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പൊതുസമൂഹത്തിനാകെ നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിന് ആര് നേതാവായാലും ഇവിടെ ആര് മുഖ്യമന്ത്രിയായാലും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. നിങ്ങൾ കേട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, സമുദായത്തിന് നഷ്ടപ്പെട്ടത്, കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് UDF അധികാരത്തിലേക്ക് വന്നത് എന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. KM ഷാജി പറഞ്ഞതിനെ കുറിച്ച് കൃത്യമായിട്ട് കെ സുരേന്ദ്രൻ എടുത്തു പറയുന്നത്. ഇതൊക്കെ തുറന്നു പറയുമ്പോഴേക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന്, സുഡാപ്പികളുടെ ഭാഗത്ത് നിന്ന് അവരൊറ്റക്കെട്ടായിട്ട് രംഗത്തെത്തിയിട്ടോ സുരേന്ദ്രൻ എന്തോ പറയുന്നു, BJP വർഗീയത പറയുന്നു എന്നാ ഇത്രയും കാലം കേരളത്തിൽ വലിയ പ്രചരണം നടന്നത്. അതൊന്നും ഇനി അധിക കാലം കേരളത്തിൽ മുന്നോട്ട് പോവില്ല. ഇവിടെ ലീഗ് എന്താണ്, BJP എന്താണ്, കോൺഗ്രസ് എന്താണ്, CPM എന്താണ്, CPI എന്താണ് എന്നൊക്കെ വിവേകമുള്ള ജനത കൃത്യമായിട്ട് തിരിച്ചറിയാം.
മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ പേരിൽ വന്നിട്ടുള്ളൊരു പാർട്ടി തന്നെ, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അതിലെ കെ എം ഷാജിയെ പോലുള്ള നേതാക്കന്മാര് പച്ചക്ക് വർഗീയത പറയുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അത് എടുത്തു പറയുന്ന കെ സുരേന്ദ്രനോ BJP ഒന്നും അല്ല ഇവിടെ മതേതരത്വത്തെ തകർക്കുന്നത്. മറിച്ച് നമ്മുടെ കേരളത്തിലെ സുന്ദരമായ മതേതരത്വത്തെ തകർക്കുന്നത് തന്നെ രാജ്യത്തെ ഏക മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗാണ് എന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഞാൻ ഇത്രയും വിഷയൊക്കെയായി തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അതിനുശേഷം കെ എം ഷാജിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ വ്യക്തമായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ മതമാണ് എന്നൊരു പറഞ്ഞ വിഷയമില്ലേ, അതിൽ താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോ ആ കെ എം ഷാജി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മതമാണ് പ്രശ്നം എന്ന ആ പ്രസംഗമാണ് ഇപ്പോഴും ഉയർത്തി ഇന്ന് പോലും അദ്ദേഹം കാണിച്ചത്. അപ്പോൾ അത് താങ്കൾ അതിൻ്റെ ഒരു മറുപടി അതിനുശേഷം താങ്കൾ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഈ 102 മണ്ഡലത്തിലെ ആളുകൾക്ക് മനസ്സിലായി എന്താ പറഞ്ഞതെന്ന്. അയാൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല, അത് വേറെ ട്രീറ്റ്മെന്റിന്റെ കുഴപ്പമാണ്, അത് നടത്തിയാൽ മതി. നിങ്ങൾ കേട്ടില്ലേ, ഇത്രയും കാലം മതമാണ് എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തെ തിരുത്താൻ പോലും തയ്യാറല്ല. അത് 102 മണ്ഡലത്തിലെ ആളുകൾക്ക് മനസ്സിലായി. സമുദായത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, സമുദായത്തിന് വേണ്ടിയാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞതൊന്നും വർഗീയതയല്ല, ഞാൻ പറയുന്നതൊക്കെ തന്നെ ശരി. ഇതാണ് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞത് എന്നൊക്കെയാ. ഇത് യഥാർത്ഥത്തിൽ കേരള ജനതയുടെ മുഖത്ത് നോക്കി കൊഞ്ഞനെ കുത്തുന്നതിന് സമല്ലേ. കെ എം ഷാജി ഒന്നും പറഞ്ഞതിലൊന്നും ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും ഇവിടെ BJP എങ്കിലും ഇവരുടെ വർഗീയതയെ തുറന്നു കാണിക്കേണ്ടേ. LDFിലെ പ്രവർത്തകരായിട്ടുള്ള CPMന്റെ ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ഒരുപാട് കാലായില്ലേ മുസ്ലിം ലീഗ് എന്തോ പറഞ്ഞാലോ അത് മുസ്ലിം ലീഗിനെതിരെ എന്ത് പറഞ്ഞാലും അത് മതത്തിനെതിരെയാണോ, BJP എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ചാടി ഇവിടെ മുസ്ലിം ലീഗുകാരെക്കാൾ മുമ്പിൽ നിൽക്കൽ CPMന്റെ പ്രവർത്തകരായിരുന്നു. ഇപ്പൊ ഏതായാലും ഇതൊക്കെ അവസാനിച്ചല്ലോ. സ്വന്തമായിട്ട് പണിയൊക്കെ കിട്ടിയ സമയത്ത് ഇവിടെ BJP എങ്കിലും മാത്രമാണ് ഈ മുസ്ലിം ലീഗിന്റെ കപട മതേതരത്വത്തേക്ക് പൊളിച്ചറിയുന്നത് എന്നുള്ളതൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക. പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. നമ്മുടെ കേരളത്തിൽ ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കുന്നത് അത് മുസ്ലിം ലീഗ് തന്നെ, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇവിടെ ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളും ഈ പറയുന്ന മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നുമില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടതുപക്ഷത്ത് BJPയിൽ മറ്റു പാർട്ടികളിലൊക്കെ തന്നെ കോൺഗ്രസിലൊക്കെ തന്നെ മുസ്ലിങ്ങളുണ്ട്. അല്ലാതെ ഒരു മതത്തിന്റെ സകലതും പറഞ്ഞു ഉയർത്തിപ്പിടിച്ച് പച്ചക്ക് മതത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ഈ രംഗത്ത് വന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ. അപ്പൊ അതിനെതിരെ പറയുമ്പോഴേക്ക് ആ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ചൊറിഞ്ഞങ്ങ് ഇരുന്നാൽ മതി എന്നുള്ളത് തന്നെയാണ് ഇവിടെ കെ സുരേന്ദ്രനൊക്കെ പറയാനുള്ളത്. തുറന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ വകുപ്പ് ഈ പറയുന്ന ഒരു മതപാർട്ടിക്ക് കൊടുക്കരുത് എന്നും കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നു. കോൺഗ്രസിന് കൊടുക്കുന്നതാണ് അത് ഏറ്റവും നല്ലത്. ഇതൊക്കെ തന്നെ അവരുടെ ഭരണകാര്യങ്ങളാണ്. പക്ഷെ ഒരു അഭിപ്രായമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. BJPക്കാരായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞാലും പ്രശ്നമാണോ? കേരളത്തില് സകല മലയാളികൾ ഒരു മതപാർട്ടിയൊക്കെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വലിയ അപകടം തന്നെയാണ്. കഴിഞ്ഞ തവണ തന്നെ UDFിൽ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എത്ര വലിയ പരാജയമായിരുന്നു. അറിയാതെ പോലും സ്കൂൾ വരാന്തയിലേക്ക് എത്തുന്നവർ പോലും വിജയിച്ച സാഹചര്യം പോലുണ്ട്. അത്രത്തോളം പരാജയമായിരുന്നു ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്ത സമയത്ത്. സകലരും തിരിച്ചറിയുക, മുസ്ലിം ലീഗൊക്കെ തന്ത്രപരമായിട്ട് UDFനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു തർക്കമില്ലാത്ത വിഷയം. ഇതൊക്കെ കെ സുരേന്ദ്രനൊക്കെ തുറന്നു പറയുമ്പോൾ BJPക്കെതിരെ കെ സുരേന്ദ്രനെതിരെ കുരയ്ക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹമൊക്കെ പറഞ്ഞത് എന്നുള്ളത് ഇനിയെങ്കിലും സകല മലയാളികളും തിരിച്ചറിയുക.